റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി. അമേഠിയേക്കാൾ വിജയസാധ്യത റായ്ബറേലിയിലാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ രണ്ടാം മണ്ഡലമായി റായ്ബറേലി തിരഞ്ഞെടുത്തത്. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയാണ് സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രിക നൽകാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് അമേഠിയിൽ രാഹുലിനെ പ്രതീക്ഷിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് റായ്ബറേലി സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് രാഹുലിനെ നിയോഗിച്ചത്. കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠിയിൽ സ്മൃതി ഇറാനി കളം നിറഞ്ഞതോടെ വിജയസാധ്യത മങ്ങി. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഗാന്ധി കുടുംബത്തിന് വൈകാരിക അടുപ്പമുള്ള റായ്ബറേലി സീറ്റിലാകട്ടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനും ഒരുക്കമായിരുന്നില്ല. ഇതോടെയാണ് രാഹുൽ റായ്ബറേലിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. അമേഠിയും റായ്ബറേലിയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. പക്ഷേ രണ്ടും തമ്മിൽ റായ്ബറേലിക്ക് ഒരു പശ്ചാത്തലമുള്ളത് ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. സോണിയാഗാന്ധിയും പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം അവർ മാറിയപ്പോൾ അവർ രാജ്യസഭയിലോട്ട് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധി ഇതിനപ്പുറം വേറെ ഒരു തീരുമാനവും അതിനകത്തില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പമെത്തി ഉച്ചയ്ക്ക് രാഹുൽ വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. ൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ച ഉത്തർപ്രദേശ് സർക്കാരിലെ സഹമന്ത്രി ദിനേശ് പ്രതാപ് സിംഗാണ് രാഹുലിന്റെ എതിരാളി. 1999 മുതൽ ഗാന്ധി കുടുംബം മത്സരിക്കുന്ന അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ടേ ഗാന്ധി കുടുംബവുമായി അടുപ്പമുണ്ട്. സോണിയയുടെ അഭാവത്തിൽ റായ്ബറേലിയിൽ എംപിയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചത് ശർമ്മയായിരുന്നു. 2 സീറ്റ് വിജയിച്ചാൽ ഏത് സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യം രാഹുലിന് വയനാട്ടിൽ ഇക്കുറി നേരിടേണ്ടി വന്നിരുന്നില്ല. എന്നാൽ റായ്ബറേലിയിൽ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നത് ഈ ചോദ്യമായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശി, റിപ്പോർട്ടർ ദില്ലി.